നമസ്കാരം. ദക്ഷിണ എല്ലാവർക്കും അറിയാം. നമ്മള് ഗുരുദക്ഷിണ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയ ആ പോറ്റിക്ക് അല്ലെങ്കിൽ ആ ശാന്തിക്കാരന് ദക്ഷിണ കൊടുക്കുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ഈ ദക്ഷിണ എന്ന് പറഞ്ഞാല് എന്തിനാ ദക്ഷിണ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ദക്ഷിണ എന്നുള്ളത് ഗുരുക്കന്മാരെ റൈറ്റാണ്, സംശയമൊന്നുമില്ല. ഒരു അമ്പലത്തിലെ ഒരു ശാന്തിക്ക് ഒരു ദക്ഷിണ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ റൈറ്റാണ്. പുരാതന കാലം മുതലേ ഉള്ളതാണ് അമ്പലങ്ങളിലെ ശാന്തിമാര് പൂണൂലിട്ട ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ പോറ്റിമാർക്ക് ദക്ഷിണ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവര് തുച്ഛമായ ഒരു വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് പോറ്റിമാർ. അമ്പലത്തില് ദക്ഷിണ കൊടുക്കുന്നുണ്ട് എന്ത് കുഴപ്പം? നമുക്ക് ആവുന്നത് കൊടുത്താൽ മതി, ഒരുപാട് കൊടുക്കണമെന്നല്ല. അതേപോലെയാണ് നൃത്തം, സംഗീതം, എന്ത് കലയായിട്ട് എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ഗുരുദക്ഷിണ വെച്ചിട്ടാണ്, ഗുരുവിന് ദക്ഷിണ വെച്ചിട്ടാണ് ഒരു കുട്ടി ഹരിശ്രീ മോല് കുറിക്കുന്നത്. അതേപോലെ കലാമണ്ഡലത്തിൽ പഠിച്ച സമയത്തെ ആ കലാമണ്ഡലത്തിൽ ആദ്യത്തെ അരങ്ങേറ്റം സെക്കൻഡ് ഇയറിലാണ് നടത്തുന്നത്. അപ്പൊ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൽ 2 ഐറ്റം ഒക്കെ കളിപ്പിക്കും. അപ്പൊ അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ട്. അന്ന് 75-ല് ഞാൻ അരങ്ങേറ്റം നടത്തുമ്പോൾ അന്ന് വെറും 25 രൂപയാണ് ഒരാൾക്ക് കൊടുത്തോണ്ടിരുന്നത്. വെറും 25 രൂപ. അന്ന് അതിന് നല്ലൊരു വിലയുള്ള ഒരു കാലം, 25 രൂപ. അപ്പൊ 4 ടീച്ചേഴ്സും അല്ല 2 ഓർക്കസ്ട്രക്കാര്, അതായത് മൃദംഗവും വയലിനും, ഡാൻസ് ടീച്ചർ, അതുപോലെ പാട്ട്, 4 പേർക്ക് കൊടുക്കണം. 4 പേർക്ക് കൊടുക്കാൻ 100 രൂപ മതി, ധാരാളം. അന്ന് അത്രയും മതി. 3 പേർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ എന്തിനോ ചെലവായപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനത് കുറച്ച് ഡിലേ ആയി കൊടുക്കാൻ. അന്നത്തെ ദിവസം തന്നെ കൊടുത്തു. ആ ടീച്ചർ എന്നെ ഇനി പറയാനൊന്നുമില്ല, അറിയോ, വേദനിച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്ത്. കുട്ടിയുടെ ദക്ഷിണ ഒന്നും എനിക്ക് വേണ്ട, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്, ഒരു പാട്ട് ടീച്ചറാ, പേരൊന്നും ഞാൻ പറയില്ല. അന്നത്തെ കാലത്ത് 75-ൽ ആരാണ് അവിടെ പാട്ട് ടീച്ചറെന്ന് എല്ലാവരും ഊഹിച്ചങ്ങ് എടുത്തോ കേട്ടാ. അത്രയ്ക്ക്. എന്നാ നമ്മളന്നാ വലിയ, എൻ്റെ അച്ഛൻ്റെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മകൾ, അതുകൊണ്ട് വലിയ കോടീശ്വരന്മാരുടെ മോളൊന്നും അല്ലായിരുന്നു ഞാൻ. അംബാനിയുടെ ഒന്നും മോളല്ലല്ലോ നമ്മള് കോടിക്കണക്കിന് കൊടുക്കാനായിട്ട്. ഈ 25 രൂപ നമുക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. എന്തോ ഒരു സംവിധാനം അവിടെ വന്നു, എന്തോ ഇത്തിരി അങ്ങോട്ട് ഇങ്ങോട്ട് മറിഞ്ഞുപോയി പൈസ. അങ്ങനെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ അമ്മു ഔസേപ്പച്ചന്റെ ഒരു ഇത് കാണാനിടയായി. ആ കുട്ടി ഇതുപോലെ ഗുരുദക്ഷിണേനെ കുറിച്ചും അതേപോലെ ഗുരുക്കന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വളരെ അസലായിട്ടുണ്ട് ആ കുട്ടി പറഞ്ഞത്. അതിനെ അംഗീകരിക്കുന്നു ഞാൻ. അമ്മു ഔസേപ്പച്ചൻ പറഞ്ഞത് ഞാൻ കണ്ടു. അത് വളരെ